NCP നേതാവ് മുക്കം മുഹമ്മദ് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുക്കം മുഹമ്മദ്, കുന്നമംഗലം സീറ്റിൽ ഇത്തവണ പ്രവാസി അസോസിയേഷനെയാണ് പരിഗണിക്കുന്നതെന്ന് കേൾക്കുന്നു. താങ്കൾ അറിഞ്ഞിരുന്നു? ഞാനിങ്ങനെ കേട്ടിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ ഉരുക്കുകോട്ടയായ കുന്നമംഗലത്തിൽ ഒരുപാട് പരീക്ഷണം UDF നടത്തി നോക്കിയാണ്. മുസ്ലിം ലീഗിന് കിട്ടിയ സീറ്റ് കോൺഗ്രസ്കാരനെ മത്സരിപ്പിച്ചെല്ലാം നോക്കി പല വേഷങ്ങളും കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന് പരാജയപ്പെട്ടപ്പോൾ ഏതൊരു പ്രമാണിയെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുന്നു എന്നുള്ളത് അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. UDF സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ പല പരീക്ഷണങ്ങളും പലപ്പോഴും നടത്താറുണ്ട്. അതൊന്നും കുന്നൽ നിയോജകമണ്ഡലത്തിൽ വിലപ്പോകുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത്തവണയും ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കും ആ മണ്ഡലത്തിൽ ജയമെന്നുറപ്പാണോ? തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്ന നിയോജകമണ്ഡലമാണ്. എല്ലാ അർത്ഥത്തിലും പരിപൂർണമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു നിയോജകമണ്ഡലം തന്നെയാണ് കുന്നമംഗലം. അവിടെ ഇത്തവണ PT റഹീം മത്സരിക്കുന്നില്ല എന്ന് കേൾക്കുന്നു. അവിടെ ഇത്തവണ PT റഹീം അല്ലെങ്കിൽ മറ്റൊരാൾ വന്നാൽ ജയസാധ്യത എത്രത്തോളം ആകും? പ്രത്യേകിച്ചും ലീഗും കോൺഗ്രസും സംയുക്തമായ ഒരാളെ നിർത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും കുന്നമംഗലം നിയോജകമണ്ഡലത്തിന്റെ ഒരു മനസ്സും അവിടുത്തെ നിയോജക ജനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പമാണ് കുറെ കാലമായി നിന്ന് വന്നിട്ടുള്ളത്. അടുത്ത കഴിഞ്ഞ 10 വർഷക്കാലമായി അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന സംവിധാനമാണ്. UDF പല പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ആ പരീക്ഷണത്തിലൊരു പരീക്ഷണമായിരിക്കും ഏതോ ഒരു പ്രമാണിയെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രമാണിയെ മണ്ഡലത്തിൽ കണ്ടിരുന്നോ? മണ്ഡലത്തിൽ പ്രവർത്തനത്തിലൊക്കെ അറിയില്ല. പറഞ്ഞ കേട്ട പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവും ഞാനും ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കാലത്ത് പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇയാളുടെ എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല, ഞാൻ അതുവരെ കണ്ടിട്ടുമില്ല. ഇങ്ങനെ UDF-നുള്ളിൽ ഒരു സീറ്റ് കച്ചവടം നടക്കുന്നു എന്നുള്ളത് അപ്പോൾ പ്രാദേശികമായും അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് UDF-കാർ കാലാകാലമായി ഈ സീറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്ന സീറ്റാണല്ലോ. പല സ്ഥലത്തും സീറ്റുകൾ വിൽക്കാറുണ്ട്. അതിന്റെ വിൽപ്പനയായി ഇതും കണ്ടെത്താനും പറ്റില്ല. അത്ഭുതമായിട്ടൊന്നും കാണേണ്ടതില്ല. UDF പലപ്പോഴും BJP-യുമായിട്ട് പോലും ബേപ്പൂരും വടകരയും എല്ലാം തന്നെ സീറ്റ് കച്ചവടം നടത്തിയ പാർട്ടിയാണ്. ഓക്കെ, വളരെ നന്ദി ശ്രീ മുക്കം മുഹമ്മദ് പ്രതികരിച്ചതിന്.